അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട്. പക്ഷേ അവരിൽ ചിലരുടെ വിഷമം തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ചില പാപങ്ങളിൽ അവർ വീണ്ടും വീഴുന്നു എന്നതാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത പാപങ്ങളിൽ വീഴാതിരിക്കാൻ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനോടനുബന്ധിച്ച് നാം ഒരു വചനഭാഗം ശ്രദ്ധിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 24 തുടങ്ങിയ വചനങ്ങളാണ്. ഇപ്രകാരമാണ് ആ വചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റേഴ് അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിപ്പിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ മോശമായിത്തീരുന്നു. പ്രിയ സഹോദരരെ, നാം ഉപേക്ഷിച്ചേറ്റുപറയുന്ന പാപങ്ങളിൽ വീണ്ടും വീഴാതിരിക്കാൻ ഒരു കാര്യം മാത്രം നാം ശ്രദ്ധിച്ചാൽ മതി. നാം നന്മയിൽ വളരണം. തിന്മ ഒഴിവാക്കാനുള്ള വഴി നന്മയിൽ വളരുക എന്നതാണ്. ഇപ്പോൾ നാം വായിച്ച വചനഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവിടെ വീട് അടിച്ച് വാരിയിടപ്പെട്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ആ വീട് ശൂന്യമാണെന്നർത്ഥം. നമ്മുടെ ജീവിതവും തിന്മ ഒഴിവാക്കി ശൂന്യമായ അവസ്ഥയിലാണെങ്കിൽ പിന്നെയും തിന്മയിലേക്ക് വീഴാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ തിന്മയിൽ നിന്ന് അകന്നു മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ ഉപാധിയേ ഉള്ളൂ: നന്മ കൊണ്ട് ജീവിതത്തെ നിറയ്ക്കുക, നന്മയിൽ വളരാനായി ശ്രദ്ധിക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, തിന്മയിൽ നിന്നകന്ന് ജീവിക്കാനാണല്ലോ ഞങ്ങളുടെ അടുത്തേക്ക് രക്ഷകനായി അവിടുന്ന് വന്നത്. ഞങ്ങളുടെ ജീവിതത്തെ എപ്പോഴും നന്മ കൊണ്ട് നിറച്ച് തിന്മയിൽ നിന്ന് ഓടിയകലാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ.